ഇനി അടുത്തതാണ് നമുക്ക് ഇൻറ്റീരിയർ ഉദ്ദേശിക്കുന്നത് കൂടുതൽ പറയാമെന്നില്ല, പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പരസ്യം വേറെ ടൂൾ ബാർ ഒന്നും എടുക്കാനൊന്നുമില്ല, ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യം യൂണിറ്റ് സെറ്റ് ചെയ്യുക. വിൻഡോയിൽ മോഡൽ ഇൻഫോ വന്നിട്ട് എന്ത് ചെയ്യുക, യൂണിറ്റ് സെറ്റ് ചെയ്യുക. സെൻറ്റിമീറ്റർ തന്നെയാണ്, ഇവിടെയൊക്കെ സെൻറ്റിമീറ്റർ ആക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒരു റൂം വരയ്ക്കാൻ ഒരു റെക്റ്റാങ്കിൾ എടുത്തു. ഒരു 350 350 റെക്റ്റാങ്കിൾ ഇട്ടു. പുറത്തൊക്കെ ഓഫ്സെറ്റ് ചെയ്യാണ്, 24 ഓഫ്സെറ്റ് ചെയ്തു. വേണമെങ്കിൽ നമുക്ക് എന്താ ലൈൻ എടുത്തിട്ട് നമുക്ക് ഈ ഫ്രണ്ടത്തെ വരക്കണമെന്നില്ല, ലൈൻ ഇവിടെ എടുത്തിട്ട് എന്ത് ചെയ്തു, ഇട്ടെടുത്തു. എന്നിട്ട് പുഷ് പുൾ ചെയ്തു, 300 ഇട്ടെടുത്തു. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും പുഷ് പുൾ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുക, അത് മൊത്തം ഗ്രൂപ്പ് ചെയ്യുമോ, മെയ് ഗ്രൂപ്പ് ഇട്ടെടുത്തു. ഈ മേലെ എന്ത് ചെയ്യുക, റൂഫ് എടുക്കാൻ വേണ്ടി അവിടെ റെക്റ്റാങ്കിൾ ഇട്ടെടുത്തിട്ട് എന്ത് ചെയ്തു, റെക്റ്റാങ്കിൾ അയച്ചു. അതിനെന്ത് ചെയ്യുക, 10 തിക്നെസ് ഇട്ട് കൊടുത്തു, മെയ് ഗ്രൂപ്പ് ഇട്ട് കൊടുത്തു. ഇത് വേണമെങ്കിൽ അടിയിലേക്ക് കൊടുന്ന് വെക്കാം. ഗ്രൂപ്പ് എന്തെങ്കിലും വന്നിട്ട് ഇവിടെ കൊടുന്ന് വെച്ചെടുക്കാം. തിക്നെസ് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഉള്ളിലത്തെ വ്യൂ മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യുക, വിൻഡോ കൊടുക്കണമെങ്കിൽ വിൻഡോ കൊടുക്കുക. വിൻഡോ കൊടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് എന്ത് ചെയ്യുക, പൊട്രാറ്റ് എടുത്തിട്ട് ഗ്രൂപ്പിനുള്ളിൽ കയറുക. ഗ്രൂപ്പിനുള്ളിൽ കയറിയിട്ട് പൊട്രാറ്റ് എടുത്തു, പൊട്രാറ്റല്ല, ടാപ്പ് എടുത്തിട്ട് ശേഷം നമുക്ക് ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസാണ് വേണ്ടത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് ഇങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതാ ഇവിടുന്ന് അതേപോലെ ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസാണ് വേണ്ടത് ഇട്ട് കൊടുക്കുക, ഇവിടെ എത്ര ഡിസ്റ്റൻസാണ് ഇട്ട് കൊടുക്കുക, അവിടെ എത്ര ഡിസ്റ്റൻസാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ റെക്റ്റാങ്കിൾ കറക്റ്റ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ആംഗിൾ എന്ത് ചെയ്യുക, കറക്റ്റിനെ റെക്റ്റാങ്കിൾ വരച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പുഷ് പുൾ സെലക്ട് ചെയ്തിട്ട് പുഷ് പുൾ ചെയ്യുക, അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ലൈൻ ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്തു. ഈ ലൈൻ ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്തു. അങ്ങനെ അവിടെ ഹോൾ ഉണ്ടാക്കുകയും ചെയ്യാം. അതിന് വിൻഡോ ഡോറൊക്കെ കൊടുക്കുകയും ചെയ്യാം. പിന്നെ സീലിംഗ് ഡിസൈൻ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ഡിസൈൻ കൊടുക്കാം. അപ്പോൾ ഉള്ളിൽ ക്ലിക്ക് ചെയ്തു, പുഷ് പുൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്ന് റെക്റ്റാങ്കിൾ, വീണ്ടും റെക്റ്റാങ്കിൾ ഇങ്ങനെ സെലക്ട് ചെയ്തെടുത്തു, പുഷ് പുൾ ചെയ്തോണ്ട പുഷ് പുൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വീണ്ടും റെക്റ്റാങ്കിൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഇങ്ങനെ ഇട്ട് കൊടുക്കുക, പുഷ് പുൾ ഇങ്ങനെ ചെയ്യുക. ഇനി സർക്കിളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെയൊക്കെ നീ സർക്കിൾ കൊടുക്കാനുള്ളൂ. ഇങ്ങനെ പല ഡിസൈനും എന്ത് ഡിസൈൻ കൊടുക്കുക, എത്ര ഡിസൈൻസാണ് വേണ്ടത് ഇവിടെ ഇട്ട് കൊടുക്കുക, പല ഡിസൈനൊക്കെ ഇട്ട് കൊടുക്കുക, പല മോഡലിട്ട് കൊടുക്കുക. ഫർണിച്ചേഴ്സൊക്കെ എന്ത് നമുക്ക് ആവശ്യമുള്ള ഫർണിച്ചേഴ്സൊക്കെ എന്ത് ചെയ്യുക, പരസ്യം ഉണ്ടാക്കാൻ നിർബന്ധമില്ല, കൊടുക്കണമെങ്കിൽ കൊടുക്കുക. അല്ലെങ്കിൽ ഈ വിൻഡോയിൽ 3D വെയർ ഹൗസ് പോയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള ഫർണിച്ചേഴ്സ് കൊണ്ടുവരാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫർണിച്ചർ എടുത്ത് നമുക്ക് ആവശ്യമുള്ള പല ഫർണിച്ചറുണ്ട്. ഇപ്പോൾ ഉദാഹരണം നമുക്ക് ഈ ഇത് വേണമെങ്കിൽ എന്താ ചെയ്തു, ഡൗൺലോഡ് ഇട്ട് കൊടുത്തു, യെസ് ഇട്ട് കൊടുക്കുക. ചെറിയ അത്യാവശ്യം ലോഡിയുള്ള വർക്കാണെങ്കിൽ ചെറിയ ലോഡിങ് ഉണ്ടാവും, ഓപ്പൺ ആയി ഇമ്പോർട്ടായി കിട്ടാൻ. അങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഇതിൽ എന്താ ഗ്രൂപ്പിനുള്ളിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ആവശ്യമില്ല ഡിലീറ്റ് ചെയ്തു. അതിൽ ആവശ്യമില്ലാത്ത സംഗതികളൊക്കെ ഉണ്ടാവും. ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വേണ്ട ഇവിടെ സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്കെയിൽ ചെയ്യുക ഒക്കെ ചെയ്യാൻ പറ്റും. റൊട്ടേറ്റ് ചെയ്യുക. അതിന് ആവശ്യമുള്ള എല്ലാ ഫർണിച്ചേഴ്സും നമുക്ക് ആവശ്യമുള്ള, ഇപ്പോൾ ലൈറ്റിങ് നമുക്ക് ആവശ്യമുള്ള ലൈറ്റിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു സർക്കിൾ വരച്ച് ഇവിടെ ഇങ്ങനെ സർക്കിൾ വരച്ച്, എന്നിട്ട് ഇത് ഗ്രൂപ്പിനുള്ളിൽ കയറി വരക്കണം കേട്ടോ. സർക്കിൾ വരയ്ക്കുക, ഇങ്ങനെ സർക്കിൾ വരച്ചത്. ഇനി പുഷ് പുൾ ചെയ്യുക, ഇട്ടെടുത്തു. നമുക്കെന്ത് ചെയ്യാം, നമുക്കിവിടെ ഇട്ടെടുത്തു. നമുക്കിവിടെ ഇത് വരക്കണം. നമുക്കവിടെ സ്പിയർ ലൈറ്റ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ കറക്റ്റ് എന്ത് ചെയ്യുക, സ്പിയർ ലൈറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതേപോലെ ഇവിടെ അങ്ങനെ അങ്ങനെ ഉണ്ട്, സ്പിയർ ലൈറ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ അവിടെ സ്പിയർ ലൈറ്റ് പ്രകാശിക്കും, അവിടെ കറക്റ്റ് നമുക്ക് ആ സ്പിയർ ലൈറ്റ് കാണിക്കും. ഇനി എന്ത് ചെയ്യാം, നമുക്ക്
ക്യാമറ വ്യൂ സെറ്റ് ചെയ്യുക. ഇതിൽ കമ്പോണൻസിൽ എന്നിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലും ആൾ ക്ലിക്ക് ചെയ്യുക, അതിൽ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്തെടുക്കുക. പൊസിഷൻ ഓഫ് ക്യാമറ ക്ലിക്ക് ചെയ്തിട്ട് ഈ കണ്ണിനെ വന്ന് പൊസിഷൻ ഓഫ് ക്യാമറ ക്ലിക്ക് ചെയ്യുക, നേരെ കണ്ണിനെ നേരെ ഇട്ട് കൊടുക്കുക. എങ്ങനെ വേണ്ടതിനനുസരിച്ച് എങ്ങനെ വേണ്ട ഇട്ട് കൊടുക്കുക. കറക്റ്റ് ഇങ്ങനെ എങ്ങനെ വേണ്ട ലെവലിലൊക്കെ ഇട്ട് കൊടുത്ത് ലെവലാക്കുക. അല്ല ഇട്ട് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ലെവലാക്കുക. നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിൽ നമുക്ക് നൈറ്റ് മോഡ് സൺലൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ സൺലൈറ്റ് വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്തു, സൺലൈറ്റ് ഓഫ് ചെയ്തു, സെറ്റിങ്സ് എന്നിട്ട് എൻവയൺമെൻറ്റിൽ എന്ത് ചെയ്യുക, അത് ഓഫ് ചെയ്യുക, റണ്ടർ ചെയ്യുക. അവിടെ ലൈറ്റ് പ്രകാശം നമുക്ക് ഇത്ര ലൈറ്റ് ഒന്ന് വേണ്ട കുറക്കണമെങ്കിൽ കുറച്ച് കൊടുക്കുക. നമുക്ക് പ്രകാശം വന്നാൽ മതി, ഒബ്ജക്റ്റ് കാണേണ്ട ആവശ്യം, അപ്പോൾ ഇൻവിസിബിലിറ്റി ഓൺ ചെയ്യുക. അങ്ങനെ നമുക്ക് ആവശ്യമില്ല ഇങ്ങനെ സെറ്റ് ചെയ്യാം. ആവശ്യമുള്ള എല്ലാ മെഷ് ഫയലും എല്ലാ ഷെൽഫുകളും കംപ്ലീറ്റ് ഇതിലുണ്ട്. ലൈറ്റും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഉള്ളിൽ നമ്മൾ ലൈറ്റ് വരണമെങ്കിൽ എന്താ ഇങ്ങനെ ലൈറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു പ്ലെയിൻ ലൈറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ഒരൊറ്റ പ്ലെയിൻ ലൈറ്റ് എടുത്തിട്ട് ഇട്ട് കൊടുത്തു. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേഷൻ ചെയ്യാം. ഇപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അത് സെലക്ട് ചെയ്തിട്ട് പിന്നെ ഇത് ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ ഫ്ലിപ്പ് ചെയ്യുക. അങ്ങനെയൊക്കെ മോഡൽ ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുക. ഉദാഹരണം അത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഉണ്ടോ, ഉദാഹരണം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് മൂട്ടുകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യുവാണെങ്കിൽ ഇവിടെ കറക്റ്റ് ഇവിടെ കൊടുന്ന് വെച്ച് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ കറക്റ്റ് കൊടുന്ന് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇനി സെറ്റിങ്സിൽ പോയിട്ട് ലൈറ്റിൽ വന്നു, അതിൽ റെക്ടാങ്കിൾ ലൈറ്റ് വന്നിട്ട് ഓപ്ഷൻസിൽ എന്തെങ്കിലും ഇൻവിസിബിൾ ടിക്ക് ഓൺ ചെയ്തു. അതൊക്കെ പ്ലെയിന് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, റെൻഡർ ചെയ്താൽ അപ്പോൾ ഒരുപാട് ലൈറ്റ് ഇങ്ങനെ ലൈറ്റൊക്കെ വന്നിട്ടുണ്ടാവും. ഈ ലൈറ്റ് കുറക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കുറച്ചെടുക്കാം. നമുക്ക് ഇത്ര ലൈറ്റ് ആവശ്യമില്ല, അതിനൊരു ലൈറ്റ് കുറക്കണമെങ്കിൽ കുറച്ചെടുക്കുക ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, കുറച്ചിട്ടൊക്കെ നമുക്ക് എങ്ങനെ ലൈറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏത് മോഡലും നമുക്ക് എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇൻറ്റീരിയറൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രേ ഇതിൽ പറയാനുള്ളൂ. ഞങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ഫുൾ സെറ്റപ്പാണ് പറയാനുള്ളത് വിയറിൻ്റെ. അപ്പോൾ ഫുൾ സെറ്റപ്പ് പറയുമ്പോൾ അസൈറ്റേറ്റിൽ വരിക, സെറ്റിങ്സ് എടുക്കുക, ഈ പ്രോഗ്രസീവ് ഓഫ് ചെയ്യുക, ഓഫ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ഈ ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി എന്ത് ചെയ്യുക, നമുക്ക് ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റിയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ റെൻഡർ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യുക, ഇമേജിൻ്റെ കുറച്ച് സൈസ് കൂട്ടുക. ഇമേജിൻ്റെ ഇപ്പോൾ ഒരു ഉദാഹരണം 2500 ഇട്ട് കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത് എന്താണ്, ഇപ്പോൾ എൻവയൺമെൻറ്റ് ടിക്ക് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് കാണണമെങ്കിൽ എൻവയൺമെൻറ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ബക്കറ്റ് വിടുത്ത് നമുക്ക് എന്ത് ചെയ്യുക, കുറക്കണമെങ്കിൽ കുറക്കും. ഇനിയിപ്പോൾ അത്ര ഉണ്ടായത് കുഴപ്പമൊന്നുമില്ല, എന്ത് ചെയ്യുക, കുറച്ച് കൊടുക്കുക. നമുക്ക് 20 അതൊക്കെ ചെയ്യാം. 32 സ്റ്റാൻഡേർഡ്, 32, 64 സ്റ്റാൻഡേർഡ് ഉണ്ടാവും. 32 ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അടുത്തത് എന്ത് ചെയ്യാം, നമുക്ക് ഗ്ലോബൽ ഇലുമിനേഷൻ ഉണ്ടാവും. അതിലെന്ത് ചെയ്യുക, പ്രൈമറിയിൽ എന്ത് ചെയ്യുക, ഇയർ റേഡിയസ് മാപ്പ് ആക്കുക, സെക്കൻഡ് ലൈറ്റ് ക്യാച്ചിനാക്കുക. പിന്നെ ലൈറ്റ് ക്യാച്ച് നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. നമുക്ക് ഇനി വേണ്ടൊരു 3000 ആക്കണമെങ്കിൽ 3000 ആക്കുകയും ചെയ്യാം. ലൈറ്റ് ക്യാച്ച് കൂട്ടുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും ക്വാളിറ്റി കൂടും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ ചെയ്താൽ മതി. എന്നിട്ട് നേരെ എൻ്റർ ചെയ്താൽ ആ സൈസിലുണ്ട്. അപ്പോൾ ടൈമിങ് ഒരുപാട് എടുക്കും. ഇതിപ്പോൾ ചെറിയ വർക്കായത് പെട്ടെന്ന് എൻ്റർ ആകും, അല്ലെങ്കിൽ ഒരു വലിയ വർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഇതാണ് ആ ഫൈനൽ സെറ്റപ്പിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും നമുക്ക് സ്കെച്ചപ്പിൽ പറയാനുള്ളൂ.